ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്ലാറ്റ്ഫോമിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നമുക്കൊരു പാട്ട് പാടാം. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം വായിക്കുന്നു. ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന്റെ ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. മനുഷ്യജീവന്റെ ആധാരം ക്രിസ്തു എന്ന വിഷയത്തെക്കുറിച്ച് അല്പസമയം ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്നും പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 1:27 ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവരെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു എന്ന് പറയുന്നു. ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് ദൈവം ചില ഉത്തരവാദിത്വങ്ങൾ കൂടി കൊടുക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല പൂജര ജന്തുവിന്മേലും വാഴുവീൻ എന്ന് അവരോട് കൽപ്പിച്ചു. അതിനുശേഷം ദൈവം ഒരു തോട്ടമുണ്ടാക്കി ആ തോട്ടത്തിൽ മനുഷ്യനെ ആക്കി. തോട്ടം കാപ്പാനും അതിൽ വേല ചെയ്യുവാനും വേണ്ടിയായിരുന്നു മനുഷ്യനെ അവിടെ ആക്കിയത്. അപ്പോൾ തന്നെ ദൈവം ചില കൽപ്പനകളും മനുഷ്യന് കൊടുക്കുന്നതായിട്ട് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം നിങ്ങൾ തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ ദൈവസൃഷ്ടിയായ ആദമും ഹവ്വയും ദൈവത്തിന്റെ ഈ കൽപ്പനയെ ലംഘിച്ച് ആ ഫലം പറിച്ചു തിന്നുകയും അവർ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും അവർ പാപികളായിത്തീരുകയും അവർ നിത്യമരണത്തിന് അധീനരായിത്തീരുകയും ചെയ്തു. അവർക്ക് ആത്മമരണം അവിടെ സംഭവിക്കുന്നു. അങ്ങനെ നശിച്ചു പോകുന്ന മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ വേണ്ടി പിതാവായ ദൈവം തൻ്റെ സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ തീരുമാനിക്കുന്നു. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമാക്കി, പാപമാക്കി. അതായത് യേശു ക്രിസ്തു നിർദോഷനും നിഷ്കളങ്കനും പവിത്രനും പാപികളോട് വേർപെട്ടവനുമൊക്കെയാണ്. ആ യേശുവിനെയാണ് പിതാവായ ദൈവം ഇപ്രകാരമുള്ള അവസ്ഥയിലൂടെ കടത്തിവിടുന്നത്. അത് മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ്. നമുക്കറിയാം മനുഷ്യന്റെ ജീവൻ രക്തത്തിലാണുള്ളതെന്ന്. അത് ദൈവവചനത്തിലൂടെയും തെളിയിക്കപ്പെട്ടിട്ടുള്ള വസ്തുതയാണ്. അതിനാധാരമായി 1-2 വാക്യങ്ങൾ വായിക്കാം. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ പറയുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന്. എന്നാൽ ലേവ്യ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ പറയുന്നു, മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്, യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഞാനത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. രക്തമല്ലോ ജീവൻ മൂലമായി പ്രായശ്ചിത്തമാകുന്നത്. ലേവ്യ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ സകല ജഡത്തിന്റെയും ജീവൻ അതിന്റെ ജീവാധാരമായ രക്തം തന്നെ. ഈ രക്തം പാപമരണത്തിന് അധീനമായ മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ കർത്താവ് യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ ചൊരിഞ്ഞു. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞു.
പാപത്തിൽ മരിക്കുന്ന മനുഷ്യന്, മരിച്ചു കിടക്കുന്ന മനുഷ്യന് നിത്യമായ ജീവൻ ആവശ്യമുണ്ടെങ്കിൽ, അവൻ ജീവൻ പ്രാപിക്കണമെങ്കിൽ ഈ രക്തത്തിന്റെ അടിയിലേക്ക് വരണം. എനിക്ക് വേണ്ടി യേശു മരിച്ചുവെന്നും അടക്കപ്പെട്ടുവെന്നും ഉയർത്തെഴുന്നേറ്റുവെന്നും ഒരുവൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറഞ്ഞാൽ അവൻ രക്ഷിക്കപ്പെടുകയും അവൻ ദൈവത്തിന്റെ പുത്രനായി തീരുകയും ചെയ്യുന്നുവെന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ അവൻ നിത്യമായ ജീവന്റെ അവകാശിയായി തീരുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ നമ്മൾ ആരംഭത്തിൽ വായിച്ചതാണ്. പറയുന്നു, അക്ഷരികമായ ഏതെങ്കിലും വസ്തുവകയൊന്നും അല്ല നമ്മുടെ ജീവന്റെ ആധാരമായിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം തന്നെയാണ്. ഏതെങ്കിലും കർമ്മങ്ങൾക്കോ ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ നമ്മൾക്കൊരു നിത്യമായ ജീവൻ തരാൻ കഴിയത്തില്ല. അത് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് മാത്രം സാധ്യമായി തീരുന്ന കാര്യമാണ്. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നു, കെടുന്ന ബീജത്താലല്ല, കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താലാണ് നാം ജനിച്ചിരിക്കുന്നതെന്ന്. അക്ഷരികമായ ലോകത്തിൽ ഏതെങ്കിലും ദീപങ്ങൾ കത്തിച്ചു വെച്ചതുകൊണ്ട് അതുകൊണ്ടൊന്നും നമുക്ക് ജീവിക്കാൻ, നമുക്ക് പുതുതായ ഒരു ജനനത്തിലേക്ക് കടക്കാൻ കഴിയുകയില്ല. നമുക്ക് പുതുതായൊരു ജനനം വേണ്ടതിന്റെ ആവശ്യകത നാം എല്ലാം പാപികത്തിൽ മരിച്ചവരായത് കൊണ്ടാണ്. പാപമരണത്തിൽ നിന്ന് നമ്മൾക്കൊരു പുതുജീവൻ വേണം. ആ ജീവന് അക്ഷരിക ലോകത്തിലെ കെടുന്ന ബീജം കൊണ്ട് സാധ്യമാക്കി തരാൻ കഴിയില്ല. കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെയാണ് നമ്മളെ ജനിപ്പിച്ചിരിക്കുന്നത്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കുന്നുവെന്ന്. അങ്ങനെയെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവാണ് ജീവന്റെ അപ്പം, അതായത് വചനം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന്. ആ വചനമായ ദൈവത്തെയാണ് പിതാവായ ദൈവം മനുഷ്യ സാദൃശ്യത്തിലാക്കി ഈ ഭൂമിയിലേക്ക് അയച്ചത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുമെന്ന് യേശു കർത്താവ് പറയുന്നു. അപ്പൊ യേശു കർത്താവിനെ ഹൃദയത്തിൽ കർത്താവായി സ്വീകരിച്ച് അവനിൽ വിശ്വസിച്ച് ജീവിക്കുന്നവന് നിത്യമായൊരു ജീവനിലേക്കാണ് പ്രവേശിക്കപ്പെടുന്നത്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യത്തിൽ, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുന്നില്ല എന്ന് പറയുന്നു. നാം എല്ലാവരും ഈ ലോക ജീവിതത്തിൽ നിന്ന് മരണം വഴിയായി മാറ്റപ്പെടും. നമ്മുടെ ഈ അക്ഷരിക ശ്വാസവും ജീവനും ഒക്കെ പോവും. ഈ ശരീരം മണ്ണോട് മണ്ണായി ചേരും. എന്നാൽ നിത്യജീവൻ പ്രാപിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് അവന്റെ ആത്മാവിനെ ഇട്ടവന്റെ അടുത്തേക്ക് തന്നെയാണ് തിരികെ എത്തുക. അതാണ് ഏതൊരു മനുഷ്യനെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത്. തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, മനുഷ്യർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച്. എല്ലാ മനുഷ്യനെയും ദൈവം സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ മനുഷ്യനായ നമുക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്, ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തണം. ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുന്ന മനുഷ്യന് നിത്യമായ ജീവൻ പ്രാപിക്കുകയും ആ ജീവൻ മൂലമായി അക്ഷരീയ ലോകത്തിലെ നമ്മുടെ ശ്വാസം പോയാലും നമുക്ക് കർത്താവിനോടുകൂടി നിത്യമായി ജീവിക്കാൻ സാധിക്കും. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ നിത്യമായ ജീവനിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുവാണ്. യേശു ക്രിസ്തു മാത്രമാണ് ജീവൻ നൽകുന്നത്. ഈ തിരിച്ചറിവോടുകൂടി നമുക്ക് ജീവിക്കാം. നമുക്ക് വീണ്ടും പാടാം, ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാലവനെ നാം ഘോഷിക്കാം, അവനത്രേ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു, അവനത്രേ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. ആമേൻ.